Praise the Lord. Praise the Lord. You may be seated. നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ ദയവായി ഇരിക്കാം. Something great is going to happen to you tonight. ഇന്ന് രാത്രി എന്തോ വലിയ കാര്യങ്ങൾ നടക്കുവാൻ പോകുകയാണ്. നമ്മുടെ ദൈവം ഇന്നും ജീവിക്കുന്നു. Praise the Lord. യേശു ഇന്നും ജീവിക്കുന്നു. Amen. Praise the Lord. Hallelujah. Jesus Christ same yesterday, today and forever. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. ദൈവം മംഗളെ സ്നേഹിക്കുന്നു. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. യേശു മംഗളെ സ്നേഹിക്കുന്നു. യേശു നമ്മെ സ്നേഹിക്കുന്നു. Praise the Lord. Praise the Lord. Something good is going to happen to you. ഇന്ന് രാത്രി ഒരു വലിയ കാര്യം ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ പോകുകയാണ്. Expect a great miracle tonight. ഇന്ന് രാത്രി ഒരു വലിയ അത്ഭുതം നിങ്ങൾ പ്രതീക്ഷിക്കുക. Everyone who has strong faith in the Lord, you will be healed. ഇന്ന് രാത്രി ദൈവത്തിൽ ശക്തമേറിയ വിശ്വാസമുള്ളവരൊക്കെ സൗഖ്യം പ്രാപിച്ചേ പോകും. നിങ്ങൾ സൗഖ്യം പ്രാപിക്കും. You will be healed by the power of Jesus Christ. യേശു ക്രിസ്തുവിന്റെ ശക്തിയാൽ നിങ്ങൾ സൗഖ്യം പ്രാപിക്കും. Tonight I want to going to deliver a message about the prayer. ഇന്ന് രാത്രി പ്രാർത്ഥന എന്ന ഒരു ചിന്തയാണ് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. I'm talking about the power of prayer. പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച്. Prayer is the foundation of church. സഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് Prayer പ്രാർത്ഥനയാണ്. is founder of Christian life. പ്രാർത്ഥന ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം കൂടിയാണ്. Without prayer we cannot achieve anything. പ്രാർത്ഥനയില്ലാതെ നമുക്കൊന്നും നേടുവാൻ കഴിയുകയില്ല. We must pray very hard before the Lord. നാം ദൈവസന്നിധിയിൽ വളരെ ശക്തമായി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. Prayer is a spiritual breathing. നമ്മുടെ ആത്മീക ശ്വസനമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. Without breathing we cannot live. ശ്വസിക്കാതെ നമുക്ക് ജീവിക്കുവാൻ പറ്റില്ലല്ലോ. In the same sense, without prayer we cannot have successful life in the Christian life. അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും ആത്മീക ജീവിതത്തിലും പ്രാർത്ഥനയില്ലാതെ നമുക്ക് ജീവിക്കുവാൻ പറ്റില്ല. Nothing can be accomplished without prayer. പ്രാർത്ഥന കൂടാതെ നമുക്കൊന്നും നേടുവാനും കഴിയുകയില്ല. Dr. Joe started with 5 members in 1958. യോയിഡോ സഭ എന്ന് പറയുന്നത് 1958 5 പേരുമായി തുടങ്ങിയ സഭയാണ്. 50 years later it became 780,000 members. എന്നാൽ 50 വർഷം കഴിഞ്ഞപ്പോൾ 7 ലക്ഷത്തിന് അധികം ജനം കൂടി വരുന്ന സഭയായി അത് മാറി. Praise the Lord. Hallelujah. It is the work of God. അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. In the other hand, it is done by prayer. It is done by prayer. അത് പ്രാർത്ഥനയാൽ സംഭവിക്കുന്നതാണ്. Without prayer we cannot achieve anything. നാം പ്രാർത്ഥന കൂടാതെ ഒന്നും നമുക്ക് നേടുവാൻ കഴിയുകയില്ല. We must pray very hard. നാം വളരെ ശക്തമായി പ്രാർത്ഥിക്കണം. First of all, ആദ്യമായി prayer is the foundation of a church. സഭയുടെ അടിസ്ഥാനങ്ങളിൽ ഒന്നാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. First miracle happened at the time of prayer. ആദ്യത്തെ അത്ഭുതം നടക്കുന്നത് പ്രാർത്ഥനയുടെ സമയത്താണ്. Acts 3:1 says, one day Peter and John were going up to the temple at the time of prayer at 3 in the afternoon. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം 1-ാം വാക്യം പറയുന്നത് ഒരിക്കൽ പത്രോസും യോഹന്നാനും 9 മണി നേരത്തെ പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ Crippled beggar was healed at the time of prayer. അവിടെ മുടന്തനായ മനുഷ്യൻ പ്രാർത്ഥനാ സമയത്താണ് സൗഖ്യം പ്രാപിച്ചത്. Prayer is everything for the church. സഭയുടെ സകലവുമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. Prayer is the essential part of Christian ministry. ക്രിസ്തീയ ശുശ്രൂഷയുടെ ഏറ്റവും അഭിവാജ്യ ഘടകമാണ് പ്രാർത്ഥന. Jesus said Matthew 21:13, my house will be called a house of prayer. മത്തായി സുവിശേഷം 21:13 കർത്താവ് പറഞ്ഞു, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. My house will be called house of prayer. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. Church is a house of prayer. സഭ പ്രാർത്ഥനാലയമാണ്. Church is the house of prayer. സഭ പ്രാർത്ഥനാലയമാണ്. Without prayer we cannot have any blessing for the church. പ്രാർത്ഥന കൂടാതെ സഭയ്ക്ക് ഒരു അനുഗ്രഹവും പ്രാപിക്കുവാൻ കഴിയത്തില്ല. Prayer has the power to solve all the problems. പ്രാർത്ഥനയ്ക്ക് സകല പ്രശ്നങ്ങളെയും പരിഹരിക്കുവാൻ ശക്തിയുണ്ട്. Prayer is an essential part in Christian life. ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും അഭിവാജ്യ ഘടകമാണ് പ്രാർത്ഥന. Prayer is the key to revival. ഉണർവിന്റെ താക്കോലാണ് പ്രാർത്ഥന. Prayer is the key to revival. അത് ഉണർവിലേക്ക് നയിക്കും പ്രാർത്ഥന. You want to receive blessing? നിങ്ങൾക്ക് അനുഗ്രഹം വേണമോ? Pray before the Lord. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. Pray before the Lord.
ദൈവത്തോട് ശക്തമായി പ്രാർത്ഥിക്കുക. God will bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. If you want to receive healing tonight, ഇന്ന് രാത്രി നിങ്ങൾക്ക് സൗഖ്യം വേണമെങ്കിൽ pray for the Lord with faith. നിങ്ങൾ വിശ്വാസത്തോടുകൂടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. Nothing is impossible in prayer. പ്രാർത്ഥനയാൽ അസാധ്യമായതൊന്നുമില്ല. When you pray with faith, God will work for you. ദൈവം നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചലിക്കും. Pray with faith. നിങ്ങൾ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുക. Something great is going to happen to you tonight. ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി എന്തോ വലിയ കാര്യം ദൈവം ചെയ്യുവാൻ പോകുകയാണ്. Be a man and woman of prayer. നിങ്ങൾ ഒരു പ്രാർത്ഥനാ പുരുഷനായി പ്രാർത്ഥനാ വനിതയായി തീരുക. If you pray for something for your life, നിങ്ങളുടെ ജീവിതത്തിലെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ God answer all the problems, your prayer requests. ദൈവം നിങ്ങളുടെ പ്രാർത്ഥന അഭയാചനകളെല്ലാം ദൈവം അതിന് മറുപടി തരുവാൻ ഇടയാകും. Other prayer will bring the great revival. വളരെ തീക്ഷ്ണമേറിയ പ്രാർത്ഥന ഒരു വലിയ ഉണർവിനെ കൊണ്ടുവരും. Pray without ceasing. നിങ്ങൾ മുടക്കം കൂടാതെ പ്രാർത്ഥിക്കുക. Pray without ceasing. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. Pray and pray and pray. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. Something is great going to happen to you. ഇന്ന് രാത്രി എന്തോ നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്യുവാൻ പോകുകയാണ്. Everybody will be healed. നിങ്ങളിൽ പലരും സൗഖ്യം പ്രാപിക്കുവാൻ പോകുകയാണ്. Everybody will be touched by the power of God. ദൈവശക്തിയാൽ നിങ്ങൾ സ്പർശിക്കപ്പെടുവാൻ പോകുകയാണ്. By the power of Jesus Christ, യേശുക്രിസ്തുവിന്റെ ശക്തിയാൽ blind will see. കുരുടർ കാഴ്ച പ്രാപിക്കും. That person will hear. ചെകിടർ കേൾക്കും. Crippled will be work. മുടന്തർ നടക്കുവാനിടയാകും. Pray for the healing. രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. Something great to happen to you. നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യം ദൈവം ചെയ്യും. First church in Jerusalem, ഒന്നാമത്തെ സഭ, യെരുശലേമിലുള്ള ഒന്നാമത്തെ സഭ, they devote themselves to prayer. അവര് പ്രാർത്ഥനയ്ക്കായിട്ട് അവരെ തന്നെ സമർപ്പിച്ചു. Jesus Christ himself devoted him to prayer. യേശുക്രിസ്തുവും പ്രാർത്ഥനയ്ക്ക് വേണ്ടി അധികം സമയം വേർതിരിച്ചു. He fasted and prayed for 40 days. യേശുക്രിസ്തു 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. He prayed early in the morning. യേശുക്രിസ്തു പ്രഭാതത്തിൽ പ്രാർത്ഥിച്ചു. He prayed all night when he was choosing disciples. തന്റെ ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് യേശുക്രിസ്തു രാത്രി മുഴുവനും പ്രാർത്ഥിച്ചു. It is very hard to minister church in Korea. കൊറിയയിലെ സഭയിൽ ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. There are 60,000 churches in Korea. അവിടെ കൊറിയയിൽ ഇപ്പോൾ ഏതാണ്ട് 60,000 സഭകളുണ്ട്. We have early day prayer meeting tradition. ഞങ്ങൾക്ക് പ്രഭാത പ്രാർത്ഥന എന്നൊരു കീഴ്വഴക്കമുണ്ട്. All the churches in Korea starts early day prayer meeting at 5 a.m. in the morning. എല്ലാ സഭയും കൊറിയയിലുള്ള എല്ലാ സഭകളും രാവിലെ 5 മണിക്ക് അവരുടെ പ്രാർത്ഥന തുടങ്ങും. So it's very hard to minister church in Korea. അതുകൊണ്ട് കൊറിയയിലെ ഒരു സഭാ ശുശ്രൂഷകനായി ഇരിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. All pastors must wake up around 3 a.m. in the morning. എല്ലാ ദൈവദാസന്മാരും അവരുടെ സഭയിൽ 5 മണിക്ക് ചെല്ലണമെങ്കിൽ അവർ 3 മണിക്ക് ഉണർന്നെങ്കിലേ പറ്റത്തുള്ളൂ. Because of that we have the great revival in Korea. പക്ഷേ അത് കാരണം ദൈവം കൊറിയയിൽ വലിയ ഉണർവിനെ തന്നുകൊണ്ടിരിക്കുകയാണ്. Praise the Lord. Praise the Lord. Praise the Lord. Right now 1/3 of the population belong to Christianity. ഇന്ന് ഇപ്പോൾ ക്രിസ്തീയ മതത്തിലേക്കാണ് അതിന്റെ ഏതാണ്ട് ഒരു നല്ല ശതമാനം ജനവും ആയിത്തീർന്നിരിക്കുന്നത്. We have only 140 years of church history in Korea. ഞങ്ങൾക്ക് കൊറിയയിൽ ഏതാണ്ട് 140 വർഷത്തെ പഴക്കമേ ക്രൈസ്തവ മതത്തിനുള്ളൂ. By the grace of God, എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ, by ardent prayer, ശക്തമേറിയ പ്രാർത്ഥനയാൽ 1/3 population belong to Christianity. ഇപ്പോൾ അവിടെയുള്ള 1/3 ദൈവവിശ്വാസികളായി തീർന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. When I was studying in the United States, ഞാൻ അമേരിക്കൻ നാടുകളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ I ministered church at the same time. ഞാൻ ആ സമയത്ത് തന്നെ സഭാ ശുശ്രൂഷയിലും ആയിരുന്നു. God gave me a vision for the church construction. ദൈവം ഒരു സഭാ കെട്ടിടം പണിയുന്നതിനെ കുറിച്ച് ഒരു ദർശനം എനിക്ക് തന്നു. But we don't have enough money. Only we have $14,000. എന്നാൽ ഞങ്ങളുടെ കയ്യിൽ അധികം പണമില്ല. ഞങ്ങളുടെ കയ്യിൽ ആകെപ്പാടെ $14,000 മാത്രമേ ഉള്ളൂ. We start with 54 members. ഞങ്ങൾ 54 അംഗങ്ങളുമായിട്ടാണ് ആ സഭ തുടങ്ങിയത്. We don't have enough money. ഞങ്ങളുടെ കയ്യിൽ ആവശ്യത്തിന് പണമില്ല. We don't have enough people. ഞങ്ങൾക്ക് ആവശ്യത്തിന് ജനവുമില്ല. But we have the power of prayer. എന്നാൽ ഞങ്ങൾക്ക് പ്രാർത്ഥനയുടെ ശക്തി ഉണ്ടായിരുന്നു. Praise the Lord. ഹല്ലേലൂയ.
All the church members devote themselves to prayer. ആ സഭയിലുള്ള അത്രയും പേരും പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവരെ സമർപ്പിച്ചു. We have prayer meeting twice a day. എല്ലാ ദിവസവും 2 നേരം ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ വേർതിരിച്ചു. 5 a.m. in the morning, രാവിലെ 5 മണിക്ക്, 9 p.m. in the evening. വൈകിട്ട് 9 മണിക്കും. We all the church members gather together twice a day. എല്ലാ ദിവസവും 2 നേരവും ഞങ്ങൾ സഭാവിശ്വാസികൾ എല്ലാവരും കൂടെ കൂടി വന്നു. Prayed and prayed and prayed. പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു. Also every day we have relay fasting prayer. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഉപവാസ പ്രാർത്ഥന, തുടർമാനമായ ഉപവാസ പ്രാർത്ഥന ഉണ്ടായിരുന്നു. Every 3 to 4 persons are fasting and praying. 3-4 പേര് ഒരേ സമയം ഇങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ചങ്ങല. All year round we are fasting and praying. വർഷം മുഴുവൻ ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. Once a month all the people go to the prayer mountain. അങ്ങനെ ഇരിക്കുമ്പോൾ മാസത്തിൽ ഒരിക്കൽ ഞങ്ങൾ അവിടെ ഒരു പ്രാർത്ഥനാ മലയുണ്ട്, പർവ്വതമുണ്ട്, ഞങ്ങൾ അവിടെ ഒരുമിച്ച് പോകും. We pray all night. ആ രാത്രി മുഴുവൻ ഞങ്ങൾ അവിടെ പ്രാർത്ഥിക്കും. 10 p.m. to 4 a.m. in the morning. രാത്രി 10 മണി മുതൽ വെളുപ്പിന് 4 മണി വരെ We devoted ourselves to prayer. ഞങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ട് ഞങ്ങളെ തന്നെ സമർപ്പിച്ചു. We prayed and prayed and prayed for 5 years. ഞങ്ങൾ അങ്ങനെ 5 വർഷത്തേക്ക് പ്രാർത്ഥിച്ച് 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 ഞങ്ങൾ മുന്നേറി. After that we complete the church building. അങ്ങനെ ഞങ്ങൾ 5 വർഷം കഴിഞ്ഞപ്പോൾ ആ സഭയുടെ കെട്ടിടം പണിതു തീർത്തു. Praise the Lord. Praise the Lord. Hallelujah. We spent $2.7 million. ഏതാണ്ട് 27 ലക്ഷത്തിലധികം ലക്ഷത്തിലധികം രൂപ ഞങ്ങൾ ആ കെട്ടിടത്തിന് വേണ്ടി ചെലവഴിച്ചു. Without any debt we paid all the bills. ഒരു കടവുമില്ലാതെ ഞങ്ങൾ ആ 27 കോടി രൂപ പണിതു. ദൈവത്തിന് മഹത്വം. Praise the Lord. ദൈവത്തിന് മഹത്വം. When we pray, നാം പ്രാർത്ഥിക്കുമ്പോൾ God provides everything for us. നമുക്ക് വേണ്ടതെല്ലാം ദൈവം നൽകി തരും. God provides money. ദൈവം നമുക്ക് വേണ്ട പണം തരും. God provides all the material. നമുക്ക് വേണ്ട എല്ലാ സാമഗ്രികളും ഒരുക്കി തരും. Provides permission from county. അവിടെയുള്ള അധികാരികളിൽ നിന്ന് പണിയുവാനുള്ള അനുവാദം വാങ്ങിച്ചു തന്നു. 5 years later, 5 വർഷം കഴിഞ്ഞപ്പോൾ we dedicate that church to the Lord. ആ സഭ, ആ കെട്ടിടം ഞങ്ങൾ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുവാൻ ഇടയായി തീർന്നു. At the dedication service, Dr. Joe came to the United States. ആ സമർപ്പണ ശുശ്രൂഷയിൽ ഡോക്ടർ യോങ്കിച്ചോ അവിടെ കടന്നു വരുവാൻ ഇടയായി തീർന്നു. He gave us congratulatory message to the people. ആ ജനത്തിന് വളരെ പ്രോത്സാഹനജനകമായ ഒരു സന്ദേശം ഡോക്ടർ യോങ്കിച്ചോ അമേരിക്കയിൽ അവിടെ കടന്നു വന്ന് നൽകി. Church members had grown from 54 to 1,200. ആ സഭ 54 അംഗങ്ങളിൽ നിന്ന് 1200 അംഗങ്ങളായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോഴത്തേന് 22 times grown in 5 years. ഏതാണ്ട് 22 പ്രാവശ്യത്തിലധികമുള്ള വർധനവ് സംഭവിച്ചു കഴിഞ്ഞു. Praise the Lord. Praise the Lord. Hallelujah. It is the power of prayer. അത് പ്രാർത്ഥനയുടെ ശക്തിയാണ്. You have the same power of prayer. അതേ ശക്തി നിങ്ങളുടെ മേൽ ഇന്ന് രാത്രി വ്യാപരിക്കുന്നുണ്ട്. You have the same power. അതേ ശക്തി നിങ്ങളുടെ മേൽ ഇന്ന് രാത്രി വ്യാപരിക്കുന്നുണ്ട്. Why don't you use your power of prayer? എന്തുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനാ ശക്തി നിങ്ങൾ ഉപയോഗിച്ചുകൂടുക? Use it. ഉപയോഗിക്കുക. Exercise it. അതിനെ പ്രവർത്തനത്തിൽ കൊണ്ടുവരിക. Experience the miracles. അത് ഇന്ന് രാത്രി അത്ഭുതങ്ങൾ കൊണ്ടുവരും. Experience healing. അത് സൗഖ്യം കൊണ്ടുവരും. By prayer. പ്രാർത്ഥനയാൽ. By prayer. പ്രാർത്ഥനയാൽ. By prayer. പ്രാർത്ഥനയാൽ. Secondly, രണ്ടാമത്, prayer has a power of healing. പ്രാർത്ഥനയ്ക്ക് സൗഖ്യം തരുവാനുള്ള ശക്തിയുണ്ട്. In Acts 3 we can see the first miracle in the Jerusalem church. യെരുശലേം സഭയിൽ ആദ്യത്തെ അത്ഭുതം നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. Peter and John healed the crippled beggar at the gate of temple. ആ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന്റെ മുൻപിൽ ആ വാതിൽക്കൽ ഇരുന്ന ആ മുടന്തനായ മനുഷ്യനെ പത്രോസും യോഹന്നാനും ചേർന്ന് സൗഖ്യമാക്കുന്നു. Peter healed crippled beggar only by name of Jesus Christ. യേശുക്രിസ്തുവിന്റെ നാമത്താൽ മാത്രമാണ് അവർ അവനെ സൗഖ്യമാക്കിയത്. Jesus Christ the healer. യേശുക്രിസ്തുവാണ് സൗഖ്യദായകൻ. Jesus Christ the healer. യേശുക്രിസ്തുവാണ് സൗഖ്യദായകൻ. Jesus is going to heal you tonight. ഇന്ന് രാത്രി യേശു നിങ്ങളെ സൗഖ്യമാക്കും. Jesus Christ the same yesterday, today and forever. യേശു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. Jesus Christ devotes himself 2/3 of his ministry for healing. ഏതാണ്ട് തന്റെ ശുശ്രൂഷയുടെ 2/3 ഭാഗവും കർത്താവ് രോഗസൗഖ്യത്തിന് വേണ്ടിയാണ് വേർതിരിച്ചത്. Isaiah 53:5 says,
by his wound we are healed. യെശയ്യാ പ്രവചനം 53:5 പറയുന്നു, അവിടുത്തെ അടിപ്പിണരുകളാൽ നമ്മൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. By his wound we are healed. ആ അടിപ്പിണരുകളാൽ നാം സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. Praise the Lord. ഹല്ലേലൂയ. Jesus Christ heals every sickness and disease tonight. ഇന്ന് രാത്രി എല്ലാവിധ രോഗങ്ങളെയും വ്യാധികളെയും ദൈവം യേശു സൗഖ്യമാക്കും. If we have a strong faith in Lord Jesus Christ നിങ്ങൾക്ക് യേശുവിൽ ഒരു ശക്തമേറിയ വിശ്വാസമുണ്ടെങ്കിൽ and pray with all your heart, നിങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ you will receive blessings. നിങ്ങൾ ഇന്ന് രാത്രി അനുഗ്രഹം പ്രാപിക്കും. You will receive healing. നിങ്ങൾ ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കും. Jesus Christ going to heal you. യേശു നിങ്ങളെ സൗഖ്യമാക്കുവാൻ പോകുകയാണ്. Praise the Lord. ഹല്ലേലൂയ. Jesus Christ same yesterday, today and forever. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. Praise the Lord. ഹല്ലേലൂയ. We must pray with the name of Jesus Christ. നാം യേശു ക്രിസ്തുവിന്റെ നാമം പറഞ്ഞു വേണം പ്രാർത്ഥിക്കുവാൻ. That's the third point. അതാണ് മൂന്നാമത്തെ ആശയം. First point is praise the foundation of Christian life. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനങ്ങളിൽ ഒന്നാണ് പ്രാർത്ഥന. Second thing is prayer has the power of healing. രണ്ടാമത് പ്രാർത്ഥനയ്ക്ക് സൗഖ്യമാക്കുവാനുള്ള ശക്തിയുണ്ട്. Third thing is we must pray in the name of Jesus Christ. മൂന്നാമതായിട്ടാണ് ഞാൻ ഓർപ്പിക്കുന്നത്, നാം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വേണം പ്രാർത്ഥിക്കുവാൻ. You must use the mighty power of name of Jesus Christ. നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തി ഉപയോഗിക്കണം. Acts 3:6-7 says, അപ്പോസ്തല പ്രവൃത്തി 3:6-7 പറയുന്നത്, Peter says, silver or gold I do not have, but what I do have I give you. In the name of Jesus Christ of Nazareth, work. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. In the name of Jesus Christ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ work. നടക്ക. Instantly he stand up and he stood up and he walking and jumping. Praise the Lord. ക്ഷണത്തിൽ ആ മനുഷ്യൻ ചാടി എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. Praise the Lord. Praise the Lord. You have to use the mighty power of the name of Jesus Christ. നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തി നിങ്ങൾ ഉപയോഗിക്കണം. God gave us 3 mighty weapons to defeat Satan's attack. പിശാചിന്റെ എല്ലാ തന്ത്രങ്ങളെയും ജയിക്കുവാൻ ദൈവം നമുക്ക് 3 ശക്തമേറിയ ആയുധങ്ങളാണ് തന്നിരിക്കുന്നത്. First one is the word of God. ഒന്നാമത്തേത് ദൈവത്തിന്റെ വചനമാണ്. Jesus defeated Satan's attack only by the word of God. യേശു പിശാചിന്റെ തന്ത്രങ്ങളെ ജയിച്ചത് ഈ വചനത്താൽ കൂടിയാണ്. Second thing is the name of Jesus Christ. രണ്ടാമത്തേത് യേശു ക്രിസ്തുവിന്റെ നാമമാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. Use the mighty power of the name of Jesus Christ. യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തി നിങ്ങൾ ഇന്ന് രാത്രി ഉപയോഗിക്കുക. Third one is the blood of Jesus Christ. മൂന്നാമത്തേത് യേശു ക്രിസ്തുവിന്റെ രക്തമാണ്. By the blood of Jesus Christ you will be healed. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നിങ്ങൾ സൗഖ്യം പ്രാപിക്കും. By the blood of Jesus Christ your sin will be forgiven. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നിങ്ങളുടെ സകല പാപങ്ങളെയും കഴുകിക്കളയുവാൻ കഴിയും. Praise the Lord. ഹല്ലേലൂയ. Trust in the word of God. നിങ്ങൾ ദൈവ വചനത്തിൽ വിശ്വസിക്കുക. Trust in the name of Jesus Christ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആശ്രയിക്കുക. Trust in the power of blood of Jesus Christ. യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തിയിൽ നിങ്ങൾ ആശ്രയിക്കുക. Then something is going to happen to you tonight. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യുവാൻ പോകുകയാണ്. Please use the power of the name of Jesus Christ. യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തി നിങ്ങൾ ഉപയോഗിക്കുക. One day our church high school girl fell on the floor because brain hemorrhage. ഒരിക്കൽ ഞങ്ങളുടെ സഭയിലുള്ള ഒരു പെൺകുട്ടി അവളായിരുന്ന സ്ഥാപനത്തിൽ വെച്ച് അവള് തറയിൽ വീഴുവാനിടയായി തീർന്നു. കാരണം അവിടെ തലയിൽ രക്തസ്രവം ഉണ്ടാകുവാനിടയായി തീർന്നു. She fell on the floor for 3.5 hours. അവൾ ആ മുറിക്കകത്ത് അവിടെ ഏതാണ്ട് 3.5 മണിക്കൂറോളം അവിടെ കിടക്കുകയായിരുന്നു. 3.5 hours later janitor found her. ഏതാണ്ട് 3.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ മുറി ക്ലീൻ ചെയ്യാൻ ശുദ്ധീകരിക്കുവാൻ വന്ന ഒരു സ്ത്രീയാണ് അവളെ കണ്ടത്. He called on ambulance. അവരന്നേരം ആംബുലൻസ് വിളിച്ചു. At the time of arrival at the hospital, ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് കൊണ്ടുപോകുന്നു. Doctor saw her condition. അവരുടെ അവസ്ഥ ഡോക്ടർ കണ്ടു. He said she had no chance of living at all. ഡോക്ടർ പറഞ്ഞു അവള് ജീവിക്കുവാനുള്ള യാതൊരു സാധ്യതയും ഇനി ശേഷിച്ചിട്ടില്ല. It's too late.
അത് വളരെ വൈകിപ്പോയി. Her brain was dead. അവളുടെ ബുദ്ധി മസ്തിഷ്കം മരിച്ചുപോയി. It is impossible to recover her health. ഇനിയും അവളെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. Because of her brain was dead and could not be revived. അവളുടെ മസ്തിഷ്കം മരിച്ചുപോയി, അത് ഇനിയും പുനർജീവിപ്പിക്കുവാൻ കഴിയില്ലെന്ന് പറഞ്ഞു. However, her mother and grandmother were great prayer warriors. എന്നാൽ അവളുടെ മാതാവും അവളുടെ വല്യമ്മച്ചിയും വലിയ പ്രാർത്ഥനാ വീരരായിരുന്നു. Mother and grandmother prayed by 20 hours in front of the ICU unit. ആ ഐസിയുവിന്റെ മുൻപിൽ നിന്നുകൊണ്ട് ഈ അമ്മയും വല്യമ്മച്ചിയും തുടർമാനമായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. Pray and pray and pray. അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. Doctor said, no, your daughter already brain was dead. ഡോക്ടർ പറഞ്ഞു, ഇനി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് വലിയ കാര്യമില്ല, കാരണം നിങ്ങളുടെ മകളുടെ മസ്തിഷ്കം മരിച്ചു കഴിഞ്ഞു. There is no hope. ഇനി പ്രത്യാശയ്ക്ക് വകയില്ല. Prepare the funeral service. അതുകൊണ്ട് നിങ്ങൾ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് വേണ്ടുള്ള ഒരുക്കങ്ങൾ ചെയ്തു കൊള്ളാൻ പറഞ്ഞു. But her mom said, എന്നാൽ അവരുടെ അമ്മ പറഞ്ഞു, Jesus Christ is the same yesterday, today and forever. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. Jesus Christ is going to heal her. യേശു അവളെ സൗഖ്യമാക്കും. All cell group members gathered together praying and praying. സഭയിലെ സകല വിശ്വാസികളും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. One day, 2 days, 3 days, 4 days, for a week they pray all together. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, അങ്ങനെ ഒരാഴ്ചയായി അവരിങ്ങനെ പ്രാർത്ഥനയിൽ തുടർന്നുകൊണ്ടിരുന്നു. 2 weeks in a row they pray and pray. 2 ആഴ്ച തുടർമാനമായിട്ട് അവരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. Doctor said, always there is no hope. You may go home. ഓരോ പ്രാവശ്യവും ഡോക്ടർ വരുമ്പോൾ പറയും, ഇനി പ്രത്യാശയ്ക്ക് വകയില്ല, നിങ്ങൾക്ക് ഭവനത്തിൽ മടങ്ങിപ്പോകാം എന്ന്. Her brain was dead. അവളുടെ മസ്തിഷ്കം മരിച്ചു കഴിഞ്ഞു. There is no hope. ഇനി പ്രത്യാശയ്ക്ക് വകയില്ല. Your praying is useless. നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് ഒരു ഫലവുമില്ല. It is impossible to have her life back. ഇനിയും അവളുടെ ജീവനെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് അസാധ്യമാണ് എന്ന് പറഞ്ഞു. After 2 weeks, the leader of the cell group came to me. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ആ സെൽ ഗ്രൂപ്പിന്റെ ലീഡർ നേതാവ് എൻ്റെ അടുക്കൽ വന്നു. Pastor Lee, please come to the hospital. എന്നോട് വന്ന് പറഞ്ഞു, പാസ്റ്റർ ലീ, ദയവായി ഹോസ്പിറ്റൽ വരെ ഒന്ന് വരണം. Our church member's daughter fell on the floor. Because of that, her brain was dead. ഞങ്ങളുടെ സെല്ലിലുള്ള ഒരു അംഗത്തിന്റെ മകൾ അവള് തറയിൽ വീണ് അത് നിമിത്തം അവിടെ മസ്തിഷ്കം മരിച്ചുപോയിരിക്കുന്നു, നിഷ്ഫലമായിരിക്കുന്നു എന്ന് പറഞ്ഞു. We have been praying for 14 days. ഞങ്ങൾ കഴിഞ്ഞ 14 ദിവസമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. Now time to receive the miracle. എന്നാൽ ഇപ്പോൾ അത്ഭുതം പ്രാപിക്കുവാനുള്ള സമയമായിരിക്കുകയാണ്. I entered the ICU unit. ഞാൻ ICU യൂണിറ്റിലേക്ക് കടന്നു ചെന്നു. I saw her. She was unconscious. ഞാൻ അവളെ കണ്ടു, അവൾ അബോധാവസ്ഥയിൽ കിടക്കുകയാണ്. I think she's almost there. അവള് ഏകദേശം മരിച്ച അവസ്ഥയിൽ കിടക്കുന്നു. There are many pipelines on her body. ഒത്തിരി ശരീരത്തിൽ ഒത്തിരി ട്യൂബുകളൊക്കെ വൈദ്യശാസ്ത്രത്തിന്റെ സഹായത്തിനായിട്ടേക്കുകയാണ്. Mom and grandma came to the ICU unit with me. ആ അമ്മയും ആ വല്യമ്മച്ചിയും ICU യൂണിറ്റിൽ എന്നോടൊപ്പം അവരെ കയറി വന്നു. I pray for her. ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. In the name of Jesus. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ Be healed. സൗഖ്യമാകുക. Be healed. സൗഖ്യമാകുക. Be healed. സൗഖ്യമാകുക. Suddenly her arm move like this. പെട്ടെന്ന് അവിടെ കൈ ഇങ്ങനെ മുകളിലോട്ട് ചലിക്കുവാൻ തുടങ്ങി. Praise the Lord. Praise the Lord. But doctor said to her mother, ആ ഡോക്ടർ അവിടെ അമ്മയോട് പറഞ്ഞു, no, it's nothing. ഇല്ല ഇതൊന്നുമില്ല. It's automatic reaction. അതൊരു സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു ചലനം മാത്രം. But however, God heals that high school girl at that moment. എന്നാൽ ദൈവം അവിടെ വെച്ച് ആ പെൺകുട്ടിയെ സൗഖ്യമാക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. Praise the Lord. Praise the Lord. He became alive. അവള് വീണ്ടും ജീവിച്ചു. She was healed completely. അവൾ പൂർണ്ണ സൗഖ്യം പ്രാപിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. Praise the Lord. Praise the Lord. Praise the Lord. Jesus Christ same yesterday, today, forever. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. Even tonight, ഇന്ന് രാത്രിയിലും Jesus is going to heal you. യേശു നിങ്ങളെ സൗഖ്യമാക്കും. Receive the miracle.
നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. Receive the blessing. നിങ്ങളുടെ അത്ഭുതം അനുഗ്രഹം പ്രാപിക്കുക, സൗഖ്യം പ്രാപിക്കുക. You already have the power of prayer. നിങ്ങൾക്ക് പ്രാർത്ഥനയുടെ ശക്തി നിങ്ങളുടെ കൈവശമുണ്ട്. Why don't you use your power of prayer? എന്തുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനാ ശക്തി നിങ്ങൾ ഉപയോഗിച്ചുകൂടാ? Why don't you use the name of Jesus Christ? എന്തുകൊണ്ട് യേശുവിന്റെ നാമത്തിന്റെ ശക്തി നിങ്ങൾ ഉപയോഗിച്ചുകൂടാ? When you pray with faith, നിങ്ങൾ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുമ്പോൾ Jesus is going to perform many miracles for you. യേശു നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്യുവാൻ പോകുകയാണ്. Praise the Lord. Praise the Lord. Do you want to receive great miracles tonight? ഇന്ന് രാത്രി വലിയ അത്ഭുതം വേണമെന്ന് ആഗ്രഹമുണ്ടോ? Do you want to receive healing tonight? ഇന്ന് രാത്രി സൗഖ്യം വേണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടോ? Do you want to receive all the blessing in your family tonight? ഇന്ന് രാത്രി നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി അനുഗ്രഹങ്ങൾ വേണമെന്ന് ആഗ്രഹമുള്ളോ? If you want to receive great breaks from the Lord, would you please stand up? അങ്ങനെ അനുഗ്രഹം വേണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. We are going to pray all together. നമ്മളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. Then I am going to pray for the healing. അതിനുശേഷം ഞാൻ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. I want to teach you the Korean style prayer. ഞാൻ കൊറിയൻ ശൈലിയിലുള്ള പ്രാർത്ഥന നിങ്ങളെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. Shout Jesus 3 times. നിങ്ങൾ യേശു എന്ന നാമം 3 പ്രാവശ്യം ഉച്ചത്തിൽ പറയാൻ പോകുകയാണ്. Pray all together. എന്നിട്ട് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. Pray for healing. നിങ്ങൾ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. Pray for healing. നിങ്ങൾ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. Pray for blessing. നിങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. Pray for church growth. നിങ്ങളുടെ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. Something great is going to happen to you. ഇന്ന് രാത്രി വലിയ കാര്യം ദൈവം അതിന്റെ നടുവിൽ ചെയ്യുവാൻ പോകുകയാണ്. Pray with all your heart. നിങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുക. Pray with faith. നിങ്ങൾ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുക. Are you ready? നിങ്ങൾ തയ്യാറാണോ? Are you ready? തയ്യാറാണോ? Shout to Jesus 3 times. നമ്മൾ യേശു എന്ന നാമം 3 പ്രാവശ്യം വിളിച്ചു പറയുവാൻ പോകുകയാണ്. 3, 2, 1. Yes. Jesus! 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 Every Heavenly Father, we need healing. We need miracle. Touch us, heal us, use us, guide us. Our Heavenly Father, we want to receive your spiritual blessing. We want to receive the miracle tonight. Our Heavenly Father, we want to glorify your name. We want to glorify your name. Hallelujah, hallelujah, hallelujah. Thank you, Jesus. Everybody will be Thank you, here. Jesus. Everybody will be here by the prayers of name of Jesus Christ. ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളുടെ മേൽ സൗഖ്യം വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാ. വിശ്വസിക്കുന്നവരെ ഇന്ന് രാത്രി ഏറ്റെടുത്തുകൊള്ളുക. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. 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 If you have a hurting place, put on your hand your hurting place. നിങ്ങളുടെ ശരീരത്തിൽ വേദനയുള്ള ഭാഗത്ത് നിങ്ങളുടെ കരങ്ങൾ നിങ്ങളൊന്ന് വെക്കുക. If you want healing, put your hand your hurting place. നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് സൗഖ്യം വേണ്ടയിടത്ത്, നിങ്ങൾക്ക് വേദനയുള്ളിടത്ത് നിങ്ങളുടെ കൈകൾ വെക്കുക. If your family is sick, instead of your family, you put on your hand on the hurting place. നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും രോഗസൗഖ്യം ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അവരിവിടെ ഇല്ലെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ അവർക്ക് വേണ്ടി നിങ്ങളുടെ ശരീരത്തിൽ കരങ്ങൾ വെക്കുക. Expect great miracles. നിങ്ങൾ വലിയ അത്ഭുതം പ്രതീക്ഷിക്കുക. Expect healing. വലിയ സൗഖ്യം പ്രതീക്ഷിക്കുക. Thank you, Jesus. Our Heavenly Father, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, we need your blessings. ഇന്ന് രാത്രി ഞങ്ങൾക്ക് അങ്ങയുടെ അനുഗ്രഹം ആവശ്യമാണ് കർത്താവേ. In the name of Jesus, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ be healed. സൗഖ്യമാകുക. In the name of Jesus Christ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ be healed. സൗഖ്യമാകുക. In the name of Jesus Christ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ be healed. സൗഖ്യമാകുക. Our Heavenly Father, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, we believe in you. ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു. We trust in you. ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. We want to use the power of prayer. ഞങ്ങൾക്ക് പ്രാർത്ഥനയുടെ ശക്തി ഉപയോഗിക്കണം. Make us a man and woman of prayer. ഞങ്ങളെ പ്രാർത്ഥനാ വീരരാക്കി തീർക്കണമേ. Make us great men of faith. ഞങ്ങളെ വലിയ വിശ്വാസ വീരരാക്കി തീർക്കണമേ. Our Lord, ഞങ്ങളുടെ ദൈവമേ, I need you. ഞങ്ങൾക്ക് അങ്ങയെ വേണം. I need your help. ഞങ്ങൾക്ക് അങ്ങയുടെ സഹായം വേണം. I need your blessing. ഞങ്ങൾക്ക് അങ്ങയുടെ അനുഗ്രഹം വേണം. I need your healing. അങ്ങയുടെ സൗഖ്യം വേണം. Please touch
every sick person in this place. ഇന്ന് രാത്രി ഇവിടെയുള്ള സകല രോഗികളെയും അങ്ങ് സ്പർശിക്കണമേ. Be healed. സൗഖ്യമാകുക. Be touched by the power of God. യേശുവിന്റെ ശക്തിയാൽ നിങ്ങൾ സ്പർശിക്കപ്പെടട്ടെ. Be touched by the power of name of Jesus Christ. യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ സ്പർശിക്കപ്പെടട്ടെ. സൗഖ്യമാകുക, സൗഖ്യമാകുക, സൗഖ്യമാകുക. Some blind will see. കുരുടർ കാഴ്ച പ്രാപിക്കും. Some deaf people will hear. ചെകിടർ ഇന്ന് രാത്രി കേൾക്കും. Crippled will walk. മുടന്തർ നടക്കും. All sickness diseases come out. എല്ലാ രോഗങ്ങളും പുറത്തു വരട്ടെ. In the name of Jesus Christ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ Come out of. ജനത്തെ വിട്ടു പുറത്തു വരിക. Come out of the people. ജനത്തെ വിട്ടു പുറത്തു വരിക. Come out. പുറത്തു വരിക. Come out. രോഗാത്മാവ് പുറത്തു വരട്ടെ. പുറത്തു വരട്ടെ. Be healed. സൗഖ്യം പ്രാപിക്കുക. Pray in the Lord. കർത്താവിന് മഹത്വം കൊടുക്കും. Our Heavenly Father. സ്വർഗ്ഗീയ പിതാവേ, thank you for the healing. ആ സൗഖ്യത്തിനായി നന്ദി കർത്താവേ. Thank you for the healing. സൗഖ്യത്തിനായി നന്ദി കർത്താവേ. We are touched by the power of God. ഞങ്ങൾ ദൈവശക്തിയാൽ സ്പർശിക്കപ്പെട്ടുവല്ലോ. We are touched by the power of Jesus Christ. ഞങ്ങൾ യേശുവിന്റെ ശക്തിയാൽ സ്പർശിക്കപ്പെട്ടുവല്ലോ. Jesus Christ same yesterday, today, forever. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ. Praise the Lord. Hallelujah. Every sickness disease come out. എല്ലാ രോഗശക്തികളും പുറത്തു വരട്ടെ. Be healed. സൗഖ്യമാകുക. In the name of Jesus. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. Our Heavenly Father. ഞങ്ങളുടെ സ്വർഗ്ഗീയ പിതാവേ, thank you for healing. സൗഖ്യത്തിനായി നന്ദി. We want to glorify your name. ഞങ്ങൾ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു. Pray in Jesus' name. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Praise the Lord. Praise the Lord. Many people always touched by the power of God. നിങ്ങളിൽ ഒത്തിരി പേര് ദൈവശക്തിയാൽ സ്പർശിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. Many people already receive healing. നിങ്ങളിൽ പലരും സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. Use your hand, your arm, your leg. നിങ്ങളുടെ കരങ്ങളും കാലുകളും ഒക്കെ ഒന്ന് ചലിപ്പിച്ചു നോക്കുക. ശരീരം ചലിപ്പിച്ചു നോക്കുക. Stomach problem, be healed. ഇന്ന് രാത്രി ഉദര സംബന്ധമായ രോഗങ്ങൾ സൗഖ്യമായിരിക്കുകയാണ്. Someone got cancer, be healed. ചില ക്യാൻസറുകൾ ഇന്ന് രാത്രി സൗഖ്യമായിരിക്കുകയാണ്. Someone have a deaf hearing problem, be healed. ചിലരുടെ കാഴ്ചയുടെ കേൾവിക്കുറവ് ഇന്ന് രാത്രി സൗഖ്യമാക്കിയിരിക്കുകയാണ്. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. We want to glorify our Lord Jesus Christ. നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. Keep it to the Lord. നിങ്ങളുടെ കരങ്ങൾ അടിച്ചു ദൈവത്തിന് ഒരു മഹത്വം കൊടുക്കാമെങ്കിൽ കരങ്ങൾ അടിച്ചു കൊടുത്താട്ടെ.